ഇന്ന് രാവിലെ തന്നെ അടയാണ് ചുടുന്നത്. അട പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് അല്ലേ. ഇന്ന് പക്ഷേ അരിൻ്റെ അടയല്ല, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് അട ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ, ഗോതമ്പ് വെറുതെ കടിക്കൂലേ. അപ്പോൾ അതിൽ ഞാൻ 2 പഴുത്ത പഴം മിക്സിയിൽ നല്ലപോലെ അടിച്ചിട്ട് ആ ഒരു പഴത്തിൻ്റെ അകത്താണ് ഗോതമ്പിൻ്റെ പൊടി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി ചേർത്തിട്ട് അട പരത്തിയിട്ട് ആവിക്കാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചൂടോടെ തന്നെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. മോളൂട്ടി കാത്ത് നിൽക്കുന്നുണ്ട്. മോളൂട്ടിക്ക് വിശപ്പൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ലീവുള്ള സമയം ലേറ്റായിട്ടല്ലേ എണീക്കും. ഞാൻ അത് കഴിഞ്ഞ് അകത്ത് വന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എല്ലാവരും കാഴ്ച കാണാൻ നിൽക്കുന്നതാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനും ഏതായാലും നോക്കട്ടെ എന്ന് വെച്ചാൽ ചെന്ന് നോക്കിയപ്പോഴാണ് നല്ല ഭീകരനായ ഒരു ഉടുമ്പ് ചേട്ടൻ അവിടെ കിടന്നിട്ട് മണ്ണിരേനെ പിടിക്കുന്നതെന്ന് തോന്നേ. ആ വാഴക്കുണ്ടയിലൊക്കെ കൈവച്ച് മാന്തി മാന്തി എന്താ പറയുക, എന്തോ മണ്ണിരേനെ തന്നെയാന്ന് തോന്നുന്നു. അവിടെയൊന്നും വേസ്റ്റ് മറിക്കാറില്ല, പക്ഷേ അതിനകത്തുനിന്ന് അവനെന്തോ കിട്ടുന്നുണ്ട് കാര്യമായിട്ട്. മണ്ണിരയാണെന്ന് തോന്നുന്നു. കൈകൊണ്ട് മാന്തി മാന്തി പെറുക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാഴ്ച കാണരുത്, ഇങ്ങനെ ഒരു സാധനം പോയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു സാധനം ഇതാ ഇവള് തന്നെ, മീനുക്കുട്ടി. ഉടുമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വയ്യാതെ പോയിട്ട് ആടി ഇടി നിന്നിട്ട് എല്ലാം കാഴ്ച കാണണം. അപ്പം ഇന്ന് ഞായറാഴ്ച നല്ല വെയിലല്ലേ, എന്താ പറയുക, ചുട്ടുപൊള്ളുന്ന വെയിൽ, ഇങ്ങനെ വജ്രം പോലെ തിളങ്ങുന്ന വെയിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അടിപൊളി വെയിലായതുകൊണ്ട് ജാലകങ്ങളെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ ചെന്ന് നോക്കിയപ്പോഴോ ഭയങ്കര അങ്ങനെ എന്താ പറയുക അല്ലേ, വെയിൽ, മഴപ്പുറത്തെ വെയിൽ അല്ലേ, അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തെ തോല് ഉണക്കാനുള്ള വെയിൽ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കോഴികളെ ഇറക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം പുറത്തുനിന്നുള്ള വെയിലിൻ്റെ റിഫ്ലക്ഷൻ ആണോന്നറിയില്ല, വീഡിയോയിൽ ഇടക്കിടക്ക് ലൈറ്റ് മങ്ങി കളിക്കുന്നുണ്ട്. വെയിലിൻ്റെ ഒരു റിഫ്ലക്ഷൻ അടിക്കുന്നതാണെന്ന് തോന്നുന്നേ. അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പം മക്കൾക്ക് ചിക്കൻ ആയതുകൊണ്ട് ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്ന് കരുതി. അതുകൊണ്ട് നമുക്കുള്ളത് സാദാ ചോറ് വേറെ തന്നെ അരി ഇടുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് നെത്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇനി നെത്തൽ വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. തേങ്ങ രാകിയിട്ട് അത് അരച്ചെടുക്കണം. ഇനി മീൻകറി വേണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സുമേഷ് ചേട്ടാ. പിന്നെ ചിക്കൻ പൊരിക്കുന്നത് കാരണം മക്കൾക്ക് നെയ്ച്ചോറും ആക്കുന്നുണ്ട്. നെയ്ച്ചോറിന് ഞാൻ കുക്കറിലിടുക ഒരു ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് രണ്ടാക്കും അത്രയല്ലേ വേണ്ടു. ചിക്കനെല്ലാം ഉണ്ടാകുമ്പോൾ നെയ്ച്ചോറുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അത് തന്നെ നല്ലത്. ഈ മീൻകറിയൊന്നും കൂട്ടി തിന്നാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സുമേഷ് ചേട്ടൻ്റെ ചോറിന് കുറച്ച് കൂമ്പും വറുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അത് അടുപ്പത്ത് തന്നെ ഫുൾ തീയിലിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, എല്ലാവരുടെയും പാകപ്പെടും. പിന്നെ പായസം വേണം, ഇന്ന് വാവിൻ്റെ ദിവസമായിട്ട് നല്ല രസമല്ലേ, എന്തെങ്കിലും ഒരു പായസം വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടപ്രഥമ വാങ്ങി വന്നിട്ടുണ്ട്. അത് ഒരുപാടൊന്നുമില്ല, 2 പേർക്ക്. പിന്നെ ഉച്ചയൂണിനുള്ള കൂമ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.